ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. തനിക്ക് ശേഷം ശിഷ്യത്വം സ്വീകരിച്ച ആളുകൾക്ക് കൂടുതൽ വിദ്യ പകർന്നു നൽകി എന്ന പരാതിയുമായി ഒരു ശിഷ്യൻ ഗുരുവിൻ്റെ അടുക്കലെത്തി. ഗുരു അവനോട് ഒരു കഥ പറഞ്ഞു. ഒരാൾ യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ നല്ല ദാഹം അനുഭവപ്പെട്ടു. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അയാൾ ഒരു കിണർ കണ്ടു. പക്ഷെ അവിടെ കപ്പിയോ ബക്കറ്റോ കയറോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വെള്ളം കോരി കുടിക്കുവാൻ സാധിക്കാതെ ദാഹിച്ച് അയാൾ യാത്ര തുടർന്നു. പിറ്റേ ദിവസം അതേ വഴിയിലൂടെ മറ്റൊരാൾ വന്നു. അങ്ങനെ അയാൾ യാത്ര ചെയ്യുമ്പോൾ ഇതേ കിണർ തന്നെ കണ്ടു. കപ്പിയോ ബക്കറ്റോ കയറോ ഒന്നും തന്നെ ഇല്ലല്ലോ. അയാൾ ആ പരിസരത്തെല്ലാം അന്വേഷിച്ചു. അങ്ങനെ അയാൾക്ക് ഒരു പാത്രം കിട്ടി. കാട്ടുവള്ളികളൊക്കെ കൂട്ടിച്ചേർത്ത് കയർ പോലെയാക്കി ആ പാത്രത്തിൽ കെട്ടി വെള്ളം കോരി കുടിച്ച് ദാഹം തീർത്ത് യാത്ര ചെയ്തു. കഥ അവസാനിപ്പിച്ചിട്ട് ഗുരു ചോദിച്ചു, ഇവരിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ ദാഹം ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ കൂടുതൽ ദാഹം ആർക്കായിരുന്നു? താമസം വിന ഉത്തരം പറഞ്ഞു, രണ്ടാമന്. കുഞ്ഞിലെ മുതൽ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുകയും പഠിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നവരാണ് നമ്മൾ. ക്രിസ്തുവിനെ കുറിച്ച് മാത്രമല്ല, സ്വർഗരാജ്യത്തെക്കുറിച്ചും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി മാറുവാൻ നമ്മളൊക്കെയും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഈ ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ. അത് നേടിയെടുക്കുവാനായ ആത്മാർത്ഥമായ പരിശ്രമവും ആവശ്യമാണ്. എഫേസ്യർ 5-ാം 16-17 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നുണ്ട്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവിൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവിൻ. ക്രിസ്തുവിനെ സ്വീകരിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ സാധിക്കട്ടെ. അതിനുള്ള യഥാർത്ഥമായ ദാഹം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.